40-45 വയസ്സിന് ശേഷമൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും ഒക്കെ തന്നെ ചെറിയ കോട്ടം തട്ടാറുണ്ട്. എന്നാൽ ശരിയായിട്ടുള്ള ഒരു പരിഗണന നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിലോ ഇതിൽ വളരെ ചുറുചുറുക്കോടെയും പ്രസരിപ്പോടെയും ഇരിക്കാൻ പറ്റും. അനുഗ്രഹത്തിൻ്റെ വിത്താണെന്നും മരണമൊഴികെ ബാക്കിയുള്ള എല്ലാ രോഗങ്ങൾക്കുമുള്ള ഒരു പരിഹാര മാർഗമാണെന്നും എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒന്നാണ് കരിഞ്ജീരകം എന്നുള്ളത്. നരയൊക്കെ മാറ്റിയിട്ട് നല്ല കരുത്തോടെ മുടി വളരാൻ സഹായിക്കുന്നുണ്ട്. ചെറിയ ചെറിയ ഹെയർസ് വന്നിട്ട് തന്നെ മുടിക്ക് ഉള്ളു കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. അതിന് പുറമെ ഇത് ചർമ്മത്തിൽ പുരട്ടിക്കഴിഞ്ഞാലും തന്നെ ചർമ്മത്തിലുണ്ടാവുന്ന ചുളിവുകൾ അകറ്റാനും അല്ലെങ്കിൽ ചർമ്മത്തിൻ്റെ ആ ഒരു പിഗ്മെൻറ്റേഷനും കരിമല്യം പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും അതിനെയൊക്കെ മാറ്റാനൊക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, പലവിധ ചർമ്മത്തിന് ഡ്രൈ സ്കിന്നായി മാറുന്ന എക്സിമ, സോറിയാസിസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ, അതിനൊക്കെ ഇത് ആയുർവേദത്തിൽ വളരെ നല്ലൊരു മരുന്നായിട്ടും പറയുന്നുണ്ട്. ഇതം പാകി ചേതന ആമഭജനം ഉഷ്ണം ച വാദഗ്നം കഫനാശനം എന്നുള്ളതും ഈ ചരക സംഹിത സൂത്രസ്ഥാനയിൽ ജീരകത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ ദഹനശക്തി വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ ഇത്തരം ദഹിക്കാതെ കിടക്കുന്ന കാര്യങ്ങളെയൊക്കെ ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ വാതദോഷത്തെ നന്നായിട്ട് കുറയ്ക്കുന്നു എന്നുള്ളത് കൊണ്ടും കഫത്തെ ഉരുക്കി കളയാനൊക്കെ സഹായിക്കുന്നതാണ്. ഈ രീതിയിലൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിന് ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. 1 സ്പൂണ് കരിഞ്ജീരകം, അതുപോലെ ഒരു മുരിങ്ങയുടെ തണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ടീസ്പൂൺ എടുക്കാം പൗഡർ ഫോമിലാണെങ്കിൽ. ഇത് 1 സ്പൂണ്, അതുപോലെ 1 ഗ്ലാസ് വെള്ളം ഇതിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് വറ്റിച്ച് 1/2 ഗ്ലാസ് ആക്കി മാറ്റിയിട്ട് ഇളം ചൂടോട് കൂടിയിട്ട് രാവിലെ വെറും വയറിൽ കുടിക്കാൻ ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ശരീരത്തിൽ നീർക്കെട്ടും വേദനയൊക്കെ കുറയ്ക്കാനും ശരീരത്തിലെ ദഹന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാനും കൂടെ ഉള്ള ഒരു പ്രതിവിധിയാണ്. കരിഞ്ജീരകം പൊടിച്ചു വെച്ചത് അല്പം വെളിച്ചെണ്ണയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊരു ഓയിലാക്കി തയ്യാറാക്കി എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കത് വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ടിട്ട് മറ്റൊരു തിളയ്ക്കുന്ന വെള്ളത്തിന് പുറത്ത് ഈ പാത്രം വെച്ചിട്ട് അതിൽ ഒന്ന് ചൂടാക്കി എടുക്കുന്ന ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ആയാലും മതി. ഈ രീതിയിൽ എണ്ണ തയ്യാറാക്കി എടുത്ത് വേദനയുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുന്നത് ഇതുപോലെ നന്നായിട്ട് രക്തചംക്രമണം കൂട്ടാനൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതുവഴി നമുക്ക് ഈ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും വേദന നീർക്കെട്ടും കുറയ്ക്കാനും സഹായിക്കും. അതുപോലെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടിപ്പാണ് 1/4 സ്പൂണ് വീതം കരിഞ്ജീരകം, അതുപോലെ അജ്വൈൻ അല്ലെങ്കിൽ അയമോദകം, ഉലുവ എന്നിവ എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിലിട്ട് 1 കപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അല്പം ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ഇത് കഴിക്കുന്നതും തന്നെ വളരെയധികം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഇത്തരം സ്റ്റിഫ്നെസ് പോലെയുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരു മരവിപ്പ് പോലെയുള്ള അവസ്ഥയോ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഇരുന്ന് എണീക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരും ജോയിൻറ്റുകളിൽ ഒരു പിടുത്തമുള്ളവരും വേദനയും നീർക്കെട്ടുള്ളവരും ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കുള്ള നല്ലൊരു വഴിയാണ്